പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഡൽഹിയിലാണ്. നമ്മളിപ്പോൾ സമയം 9:58 ഞാനും നമ്മുടെ ക്യാമറാമാനും വെറുതെ അങ്ങോട്ട് പോവാണ്. ഒരു പ്ലാനും ഇല്ല, റൂമിലിരുന്ന് ബോറടിച്ചപ്പോൾ നമ്മൾ പോവാണ്. ഇന്നലെ നമ്മളെ വീഡിയോ എടുത്തിന് നമ്മളെ ചെക്കന്മാർ സജുവാനും അതേപോലെ ഷാമിലിനും പിന്നെ ആദിലൊന്നും നമ്മൾ കൂടെ അല്ല. സജുവാനും പനിയാണ്, ആദിൽ റൂമിലില്ല, പിന്നെ ഷാമിലാണെങ്കിൽ ഓനും സുഖമില്ലായ്മയുണ്ട്, പനി കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഓലൊക്കെ അവിടെ ഉണ്ട്. ഇപ്പം നമ്മൾ നേരെ നീ മെട്രോയിൽ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ നമ്മൾ നേരെ മെട്രോയിൽ പോവാണ്. ഓക്കെ, അപ്പം ഇനി മെട്രോ വന്നിട്ട് കാണാം. ഇത് നമ്മളെ ക്യാമറാമാൻ ഹനി, അബ്ദുൽ ഹനി ശരിക്കോ. അപ്പം ഇനി നമ്മൾ നേരെ മെട്രോ വരട്ടെ. ഓക്കെ, അപ്പോൾ മെട്രോ ഇപ്പോൾ വരും. മെട്രോ ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഹോസ്കാസിലേക്കാണ് പോകുന്നത് കേട്ടോ. അതായത് ഡൽഹിയിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് ഏത് സ്ഥലത്തേക്കും ജ്യൂസ് കുടിച്ച് ചുമ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് സ്ഥലത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിലും മെട്രോ നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, മെട്രോ കാർഡ് എടുക്കുകയാണ് ബെറ്റർ. ഞാൻ കാർഡ് എടുത്തിട്ടില്ല, കാർഡ് റൂമിലാണ്, പേഴ്സൊക്കെ. ഇത് നമ്മളെടുത്ത ടിക്കറ്റിന് 21 ഗൂഗിൾ പേ ചെയ്ത് 21 രൂപയാണ്. നമ്മൾ ഹോസ്കാസിലേക്ക് പോകും. ഹോസ്കാസിൽ കുറച്ച് നേരം അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ നേരെ തിരിച്ചും കണ്ടു വരും. ഇവിടെ നമുക്ക് ഏകദേശം ഒരു ½ hour ചെയ്യുന്നുണ്ട്. ഒന്ന് അനൗൺസ്മെൻറ്റ് വരും. ചെറിയൊരു വിങ്ങൽ ക്ലൈമറ്റ് ആണെങ്കിൽ ചൂടുണ്ട്, ചൂടല്ല വിങ്ങൽ. ഇനിയിപ്പോൾ ഈ ഒരു മാസം ലാസ്റ്റോട് കൂടി തണുപ്പാവും ക്ലൈമറ്റ്. ഒരു മഴ പെയ്യും, മഴ പെയ്ത് കഴിഞ്ഞാൽ തണുപ്പാവും. തണുപ്പ് ഡൽഹി അടിപൊളിയാണ്. നമ്മളെ തണുപ്പത്ത് നമ്മളെ പരിപാടി ഉണ്ടാക്കാമല്ലോ. ഇങ്ങനെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ, അതായത് രാവിലെ എണീറ്റിന് സുബേസ്കറിച്ചാണൊക്കെ നീച്ചെന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 11 മണി 12 മണിക്ക് നീച്ചുള്ളൂ. തണുപ്പത്ത് ഹനിയൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഇവിടെ ഫസ്റ്റ് ടൈം അല്ലേ ഇവിടെ? ഇതിന് മുന്നേ വന്നിക്കണോ? എവിടെ പെറ്റ തന്നെ ഇവിടെ പ്രസവിച്ചത്? അപ്പോൾ തണുപ്പ് നല്ല രസമാണ് ഇവിടെ. നമ്മളെ ചായ മെയിൻ ഫേവറേറ്റ് പരിപാടി എന്ന് വെച്ചാൽ പുറത്തുനിന്നുള്ള ചായ കേട്ടോ. നല്ല ചായ, പാല് കൊണ്ടുവന്ന് വെക്കും. നല്ല ചൂടത്ത് ഇങ്ങനെ ചായ ഇതാക്കി നല്ല കട്ടപ്പാലിൽ പുറത്തുനിന്ന് വെള്ളമൊന്നും കൂട്ടാതെ നല്ല ചായ ഇട്ട് കുടിക്കുക. പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കുക. എന്ത് ഇതാണെന്നുണ്ടെങ്കിൽ നമ്മളെ സ്വന്തമായിട്ട് കുക്ക് ചെയ്തുകൊണ്ട് വേറെ വൈബാണ്. ഒരു പുതച്ച് മൂടി കടന്നിറങ്ങുക. അതിൻ്റെ മോനെ അതിൻ്റെ സുഖം വേറെയാണ്. തണുപ്പത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മളിവിടെ പഠിച്ചിരുന്ന പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ കുളിക്കൂല. എന്നിട്ട് ഇവർ ഫുള്ള് പൊട്ടിയിട്ട് വരും. മറ്റേ ജാക്കറ്റ് ഇട്ടാൽ മതിയല്ലോ. ആരും ഇപ്പം ഞാൻ കുറേ മുടിയൊക്കെ വളർത്തുന്ന സമയമാണെന്നുണ്ടെങ്കിൽ ഇത്ര മുടി എനിക്ക്. അപ്പോൾ ആ സമയത്ത് ഞാനും എന്ത് ചെയ്തിട്ടില്ല, നമ്മളിപ്പം തല നനക്കൂല. പക്ഷെ എനിക്ക് തണുപ്പത്ത് നനച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇടങ്ങാറാണ്. നമ്മൾ വിളിച്ചു, നമ്മളത് എക്സെപ്ഷണൽ കേസ്. ട്രെയിനിൽ ഇപ്പോൾ വരാനായി. മെട്രോ ഉണ്ടോ? ജനക്പുരി വെസ്റ്റിലേക്കാണ് പോകേണ്ടത്. 10 മണിയായിപ്പോൾ. നമ്മൾ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ജസ്റ്റ് ഇവിടുത്തെ കുറേ കാഴ്ചകൾ ഇങ്ങനെ കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ സുഹൃത്തുക്കളെ നമ്മളെ മെട്രോ വന്നു. മെട്രോയിൽ കയറുന്ന സമയത്ത് ഫോണ്, പേഴ്സ്, സംഭവങ്ങളൊക്കെ വ്യക്തമായിട്ട് സൂക്ഷിക്കുക. നമ്മൾ ഈ സൈഡിലാണ് നിൽക്കേണ്ടത് കേട്ടോ. മെട്രോയിൽ കയറണോ നടുവ് കൂടെ ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങും. നമ്മൾ ഈ സൈഡിൽ നിൽക്കുക. എന്നിട്ട് ഇതേപോലെ ഒഴിഞ്ഞ സ്ഥലത്ത് പോയി ഇരിക്കുന്നു. ഓക്കെ, പിന്നെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ സീറ്റ് ലേഡീസിൻ്റെതാണ്. ആ തലക്കത്തെ സീറ്റ് നമുക്കിരിക്കാം. അങ്ങനെ നമ്മളിരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ ലേഡീസാണ്. ഈ തലക്ക് ഇപ്പോൾ ആ സൈഡിലിരിക്കുന്നത്, ആ തലക്കുന്നത് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസാണ് ഓൽക്കുള്ളത്. ഓക്കെ, അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് ഹോസ്കാസ്. ഓക്കെ, മെട്രോയിൽ കുറേ ആൾക്കാർ നമ്മളിങ്ങനെ നോക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ നമ്മുടെ ഫാമിലി ആയിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ടൈം, അതും കാശ്മീരിലേക്ക് പോവുകയാണെങ്കിൽ ഗ്രീനറി ടൈമാണ്. അതായത് ഈ ഒരു സമയം എങ്ങും ലഷ് ഗ്രീനറിയാണ്. ഒപ്പം ആപ്പിളിൻ്റെ സീസണാണ്.
4 രാത്രികളും 5 ദിവസങ്ങളും കാശ്മീരിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. ഒപ്പം ഡൽഹിയിൽ കുത്തുബ് മിനാർ, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, ഇന്ത്യ ഗേറ്റ്, ലോട്ടസ് ടെമ്പിൾ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളും, അതായത് 3 രാത്രികൾ ഡൽഹിയിലും 1 ഡേ ടൂർ ആഗ്രയിൽ വരുന്നുണ്ട്. ആഗ്രയിൽ താജ്മഹലും ആഗ്ര ഫോർട്ടും. ടോട്ടൽ 14 ദിവസം ഒരു യാത്രയാണ്. കേരളത്തിൽ നിന്നാണ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്. എറണാകുളം, തൃശ്ശൂരിനോ, കണ്ണൂരിനോ, കാസർഗോഡിനോ, കോഴിക്കോടിനോ, കേരളത്തിന്റെ ഏത് റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും ഈ യാത്രയിൽ നിങ്ങൾക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ പറ്റും. നിങ്ങളുടെ ട്രെയിൻ ടിക്കറ്റുകൾ, താമസം, ഭക്ഷണം, ടിക്കറ്റുകൾ, പ്രൈവറ്റ് ഗൈഡ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഇവന്റ് ആണ്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിലേക്കുള്ള പ്രീ ബുക്കിംഗ് ആണ്. നിലവിൽ ടിക്കറ്റുകളുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലെ നമ്മൾ സഹയാത്രികരെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധികം സൂം ചെയ്താൽ ചിലപ്പോൾ അടി കിട്ടും എന്നുള്ളത് ഹനിക്കറിയില്ല. ഹനി അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണോ അവന് വീഡിയോയിൽ എടുത്തിട്ടുള്ളത് എനിക്കറിയില്ല. ജസ്റ്റ് ഇതിൻ്റെ പുറത്തത്തെ വ്യൂ കാണിച്ചു കൊടുക്കാം. നല്ല രസകരം. ഗ്ലാസ്സിന് എണീറ്റ് നിന്ന് കാണിച്ചു കൊടുക്കുക. ഇതാണ് ഹനി, ഞാൻ പറഞ്ഞ ഹനി. ഹനി കൊച്ചിക്കാരനാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കണത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുമോ? എന്താ ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ളത്. ഇപ്പോൾ ജാമ്യൻ്റെ ക്യാമ്പസ് ഇപ്പോൾ കാണും. ആ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ വെച്ചു കൊടുക്കുക ഫ്രെയിം. അങ്ങനെ 10:21 10:09 സംതിങ് നമ്മൾ കയറിയത്. 23 മിനിറ്റായി ഇപ്പം നമ്മൾ വണ്ടി കയറിയിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റേഷനിലെത്താനായി. കമോൺ. നമ്മുടെ കൂടെയുള്ള ഡൽഹിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവരും ഡൽഹി സെറ്റല്ലേ? റിട്ടേൺ വരുമ്പോൾ നമുക്ക് എന്തായാലും മെട്രോ കിട്ടില്ല, 100% ഉറപ്പാണ്. എനിക്ക് ഉറക്കം വരാം. അവിടെ നല്ല മറ്റേ കട്ട മധുരമുള്ളൊരു നല്ല മധുരം ഉണ്ടല്ലേ. ഹസ് ഖാസ് दाईं तरफ खुलेंगे येलो लाइन के लिए यहाँ से बदलें। कृपया सावधानी से उतरें। देवी बस सेवा यहाँ से उपलब्ध है। Horse Khas. Doors will open on the right. For the interchange, please mind the cab. Daily bus service is available from here. So യെല്ലോ ലൈൻ ഉണ്ട് ഇവിടെ. ഭയങ്കര തിരക്കുണ്ടാവും ഇവിടെ വരുന്ന സമയത്തൊക്കെ. ഫോണും പേഴ്സൊക്കെ നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആകെ മൂഞ്ചു. കമോൺ ഇവിടെ നിന്നൊക്കെ ഫോണായാലും പൊക്കിയാൽ. ഇപ്പം നമ്മൾ കൂടെ ആൾക്കാരുണ്ടാവും. ഇത് സ്പീഡിൽ ഇങ്ങോട്ട് കയറുന്നുണ്ട്. ഫോണും പേഴ്സൊക്കെ എന്ത് ചെയ്യും, അങ്ങോട്ട് പോക്കറ്റ് അടിക്കും. ഇനി നമ്മൾ ഇവിടുന്ന് മേലേക്ക് കയറുകയാണ്. रवाना हुई संभावना है. Attention please. Train destination to Janakpuri West is going to 4. Thank you for the attention. നമുക്കിനി 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടാണ് തിരിച്ചു പോകേണ്ടത്. പക്ഷേ നമുക്ക് ട്രെയിൻ എന്ത് ചെയ്യൂല, മെട്രോ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ വണ്ടി തന്നെ ഇങ്ങനെ ഊബർ എടുത്തിട്ടായിരിക്കും നമ്മൾ പോവുക, അല്ലെങ്കിൽ ഓട്ടോ എന്തെങ്കിലും എടുത്തിട്ട്. നല്ല തിരക്കുണ്ട്. ഇതൊന്നല്ല കേട്ടോ തിരക്ക്, ഇവിടെ ഭയങ്കര തിരക്കുണ്ടാവും. നമ്മളെ കൂടെ വരുന്ന ആൾക്കാരെയും കൊണ്ട് നമ്മൾ പണ്ടൊക്കെ മെട്രോയിൽ കൊണ്ടുവരും. ഇപ്പം മെട്രോ ആണ് പരിപാടി നമുക്കില്ല, ഫുള്ള് വണ്ടിയിലാണ്. അപ്പോൾ മെട്രോ നല്ല റിസ്ക്കാണ് നമ്മൾ ഫാമിലിൻ്റെ ഒക്കെ പോകുമ്പോൾ. അല്ല നമ്മൾ ഒറ്റയ്ക്ക് കൈയും വീശി പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രസമായിട്ട് ഇങ്ങനെ പോവാം. ഷോർട്ട് ഡ്യൂറേഷൻ ജേണികളൊക്കെ ആണെങ്കിലും പ്രശ്നമല്ല. ലഗേജും കൊണ്ടൊക്കെ ഈ ചങ്ങായി പോകണുണ്ടോ ബുദ്ധിമുട്ട്. എനിക്ക് നല്ല ഉറക്കം വരടാ, നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ പോയൊക്കെ ഞാൻ അവിടെ എത്തിയുള്ള കാഴ്ചകൾ കാണാം. ബാക്കിൽ നല്ല പെൺകുട്ടികളൊക്കെ ഉണ്ട്. സൂം ചെയ്യണ്ട, അടിയിട്ടു. അപ്പോൾ ഇനിയിപ്പോൾ അവിടുന്ന് വീണ്ടും നമ്മളെത്തി. അപ്പോൾ പോണ കേട്ടാ അത് മേൽക്കാൻ ഇതിൽ വരുന്നപ്പോൾ ഒരു ഐഡിയ ഇട്ടില്ലല്ലോ. ഇപ്പുറത്തെ സൈഡ് കൂടെ കയറിയേക്കാറല്ലേ. ഓക്കെ. ആ ചങ്ങായി ഫഹദ് ഫാസിൽ ലുക്ക് ഉണ്ടോ ഉണക്കാം. ഫഹദ് ഫാസിലാടാ സത്യത്തിൽ വരി. ഇവിടെ ഈ ഓഫീസ് ടൈമിലൊക്കെ പോകുമ്പോണ്ടല്ലോ കുക്കളോ ഇഷ്ടം പോലെ വരി.
മുന്നോട്ട് പോ. ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടും അവിടെ. ഫുഡ് ഐറ്റംസ് ഒക്കെ കിട്ടും. ഈ സാധനങ്ങൾ എന്തിനാരോ, ഈ ലൈനാണ് എന്തിനാരോ, അതിലൂടെ അങ്ങനെ നടക്കണം. അപ്പോഴേ നമുക്ക് ചാർജ് ആവുള്ളൂ. അതായത് നമ്മൾ മെട്രോയിൽ അല്ല, അപ്പോൾ ഇതിങ്ങനെ നമ്മൾ അപ്പോൾ ഈ മറ്റേ ഉറക്കം വരിക. മറ്റേതുണ്ടല്ലോ, ഗെയിം കളിക്കൂലേ, എന്താ പിന്നെ പേര്, എന്തോ ഒരു കോയിന് പണ്ട് iPhone S3 ഒക്കെ എടുക്കുന്ന സമയത്തുണ്ടായില്ലേ, എന്നതുപോലെ നമ്മൾ ഇങ്ങനെ നടക്കണം. അപ്പോൾ ഇത് ചാർജ് ആവുള്ളൂ. എനിക്ക് ഭയങ്കര ഉറക്കം വരിക, നാവ് കഴിയണ പോലെ. നല്ല കട്ടി മധുരത്തിലുള്ള ജ്യൂസ് അവിടെ നിന്ന് കുടിച്ചിരുന്നു. പിന്നെ ഇതേപോലത്തെ വടാപ്പാവ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ പറയും നിങ്ങൾ. ഈ മോമോസ് സാധനങ്ങളൊക്കെ കിട്ടും. ഇതൊക്കെ ഒരു രക്ഷയില്ലാത്ത സമയത്ത് മാത്രം വാങ്ങി കഴിക്കാം. അല്ലെങ്കിൽ ഡൽഹിയിൽ വരുന്ന സമയത്ത് ഒരു ഫുഡുകളും നമ്മൾ റെക്കമെൻഡ് ചെയ്യൂല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ലൂസ് മോഷനും ഛർദിയും വൊമിറ്റിങ്ങും അല്ലെങ്കിൽ മസ്തിഷ്ക ജ്വരം തലയിലല്ലേ വരിക, അങ്ങനത്തെ അല്ല, വേറെ പല രോഗങ്ങളും ഉണ്ടാവും. ഓക്കെ, തിരക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്നോ, ലൈനുകൾ ശ്രദ്ധിക്കുക. അതായത് യെല്ലോ ലൈന്, മജന്ത ലൈന്, അങ്ങനെ സാധനം. ഇപ്പോൾ നമ്മളിവിടെ എക്സിറ്റ് ആവുകയാണ്. അപ്പോൾ ടിക്കറ്റ് എടുത്തു. ഈ ടിക്കറ്റിൻ്റെ QR കോഡ് ഉണ്ടോ, ഇതിവിടെ കൊടുത്തു കഴിഞ്ഞാൽ എക്സിറ്റ്. അതിൽ നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഫൈൻ വരും. അപ്പോൾ എന്ത് ചെയ്യും, അത് അലാറം അടിക്കും. നേരെ വിലെടുത്തു പിന്നെ എന്തെങ്കിലും പറയാം, കസ്റ്റമർ കെയർ അടുത്ത് വന്നാണ്ട് സെറ്റ് ചെയ്യണം. തിരക്കൊക്കെ നമ്മൾ ഓസ്കാസ് മാർക്കറ്റിൽ ഇനിയാണല്ലോ. കട്ട് ചെയ്യണ്ടാവാ, കട്ട് ചെയ്യാതെ പാട്ടോ. ഓട്ടോക്കാരുടെ റെസ്പോൺസുകൾ ഇങ്ങനെ കാണാം. നമുക്കവിടെ പോകല് भाई ओस्कास मार्केट कहाँ होगा? कितना दूर लगेगा? 80 रुपये. कितना दूर लगेगा? कितना दूर लगेगा? कितना दूर लगेगा? कितना दूर लगेगा? हाँ, यहाँ से होगा कम 2.5-3 किलोमीटर. 2.5-3 किलोमीटर. 50 रुपये में जाएगा. एक ब्लॉग बना रहे हो. अच्छा 50 मिनट. आइए, आ जाएगा. ओस्कास मार्केट जाएगा. ഓസ്കാസ് മാർക്കറ്റ് जाएगा. എല്ലാവരും പോവില്ല, ഇപ്പം ഇങ്ങനെ ആളായി നിൽക്കും. भैया ओस्कास मार्केट जाएगा? ओस्कास मार्केट क्यों है? मार्केट कहाँ पर है? फिर यहाँ नज़दीक में देखने के लिए क्या है? मतलब कोई मार्केट और कोई भीड़ वगैरह होगा अभी? अभी कोई भीड़ वगैरह होगा? भाई मैं इधर से नहीं आया, मैं बाहर से आया. कहाँ से? इधर चलाते नहीं. अच्छा, मैं आया पंजाबी बाग से. तो है पीने खाने और पीना मतलब क्या यार? दारू पीना है? आप क्या बात कर रहे हो? भाई क्या बात कर रहे हो आप? ये क्या कर रहे हो भाई? और सब बढ़िया? बढ़िया. कुछ बोलो, वहाँ पर कैमरा है यहाँ पर. ठीक है. और അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ നൈറ്റിൽ ഇതേപോലെ ഇറങ്ങിക്കണല്ലോ നമ്മൾ. ചെക്കന്മാരെ അതായത് ഫാമിലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലേ ഇവരെന്ത് ചെയ്യും, ഓട്ടോറിക്ഷക്കാരൻ നല്ല ചാമ്പലിൽ വരും, ചാമ്പയുടെ റേറ്റ് എടുത്താണ്ട് പോകും. വെറും 5 ദിവസത്തെ യാത്രയാണ്. വോയേജർ ഗ്രാമിൻ്റെ പുതിയൊരു ഡേറ്റ് ആണ് ഒക്ടോബർ 7 മുതൽ ഒക്ടോബർ 12 വരെ. ഈ ഒരു പ്ലാൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് നിങ്ങൾ ഡൽഹിയിലേക്ക് ഫ്ലൈറ്റിന് വരുന്നു. ഡൽഹി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നമ്മൾ നിങ്ങളെ പിക്ക് ചെയ്യുന്നു. നമ്മൾ നേരെ ആഗ്രയിലേക്ക് പോകുന്നു. ആഗ്ര പോയിട്ട് താജ്മഹലും ആഗ്ര ഫോർട്ടും കാണുന്നു. പിന്നെ നമ്മൾ നേരെ ഡൽഹിയിൽ വരുന്നു. ഡൽഹിയിൽ സ്റ്റേ ചെയ്യുന്നു. 8-ാം തീയതി നമ്മൾ ഡൽഹി കംപ്ലീറ്റ് കാണുന്നു. ഡൽഹിയിൽ എല്ലാ സ്ഥലങ്ങളും, ജമാ മസ്ജിദ്, റെഡ് ഫോർട്ട്, കുത്തുബ് മിനാർ, സെൻട്രൽ സെക്രട്ടറി, ഇന്ത്യ ഗേറ്റ്, ലോട്ടസ് ടെമ്പിൾ, സഫ്ദർജംഗ് ടോംബ്, ലോധി ഗാർഡൻ, ഇന്ത്യ ഗേറ്റ്, അങ്ങനെ എല്ലാ സ്ഥലങ്ങളും കാണുന്നു. അതിനുശേഷം നമ്മൾ നേരെ ഡൽഹിയിൽ സ്റ്റേ ചെയ്യുന്നു. 9-ാം തീയതിയും നമ്മൾ ഡൽഹി കാണുന്നു. 10-ാം തീയതി രാവിലെ നമ്മൾ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് ട്രെയിനിന് പോകും. 12-ാം തീയതി നിങ്ങൾ നേരെ വീട്ടിലെത്തും. അങ്ങനെ 5 ദിവസത്തെ പ്ലാനാണ്. ഡൽഹിയിലേക്ക് നിങ്ങൾ ഫ്ലൈറ്റിന് വരുന്നു, തിരിച്ച് നിങ്ങൾ ട്രെയിനിന് പോകുന്നു. നിങ്ങളുടെ ടിക്കറ്റുകൾ, യാത്രാ ചെലവുകൾ, ഫുഡ്, അക്കോമഡേഷൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഇവൻ്റാണ്. ആദ്യം വരുന്ന കുറച്ച് പേർക്കായിരിക്കും
അവസരം ഉണ്ടാവാം. കുറച്ച് ലിമിറ്റഡ് സീറ്റുകൾ ഉണ്ടായതുകൊണ്ടാണ് ഇപ്പോൾ ഡേറ്റ് ഇട്ടിട്ടുള്ളത്. ഡേറ്റുകൾ മറക്കണ്ട, ഒക്ടോബർ 7 മുതൽ ഒക്ടോബർ 12 വരെ. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് താഴെ കൊടുത്ത നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ 70 രൂപ, നേരത്തെ 80 പറഞ്ഞു, നമ്മൾ കുറച്ചുകൂടി മുന്നിലേക്ക് വന്നു. അപ്പോൾ 80 രൂപ. കഹാ ജായേഗാ? ओस्कास विलेज. ഓസ്കാസ് വില്ലേജ്. വഹാ ക്യാ ഹൈ? ആജാ. അപ്പോൾ നമ്മൾ നേരെ ഡൽഹിയിലെ കുൽസിതങ്ങൾ പോയോക്ക. ഡ്രൈവർ സ്പൾബർ വണ്ടി ഓടിക്കുന്നത് 70 രൂപ. അപ്പോൾ പോയോക്ക. അതായത് ഇങ്ങനെ കാണട്ടോ ഓരോരുത്തർ ഇയാൾ പേടിച്ചിട്ട് नाम क्या आपका? नाम क्या? अरे यार फोन लगा. बोलो കോൾ പേ. അച്ഛാ, മൂപ്പര് വൈഫിനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മൂപ്പര് നിങ്ങൾ വീഡിയോയിൽ കാണാൻ പറയല്ലോ കേട്ടോ. നമ്മൾ ആദ്യം മൂപ്പര് കുറച്ച് നേരം സംസാരിച്ച് നല്ലൊരു വൈബ് എത്തിയിട്ടാണ് ഈ ഒച്ചപ്പിള്ളി കിടക്കുന്നത്. അത് നോക്കി, അതേപോലത്തെ ഒരുപാട് ആളുകൾ അവിടെ കടന്നുറങ്ങുന്നുണ്ട്. എന്താല്ലേ, ഇതേപോലത്തെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കി. നമ്മളൊക്കെ എത്ര ഭാഗ്യം ചെയ്ത ആൾക്കാരാ. ഇവരൊക്കെ കടന്നുറങ്ങുന്ന ഏരിയ ആണ് റോഡ് സൈഡിൽ. ഇങ്ങനെയൊക്കെ വീഡിയോ പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാമറ എടുത്താണ്ട് പോവും. അതായത് ഫോണിലാണ്. ഇതൊക്കെ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കോലാമ്പറങ്ങൾ കാണിക്കുന്ന ആൾക്കാർ. ഓലൊക്കെ വീടാണിത് അല്ലേ. ലേഡീസൊക്കെ നോക്കി. അതായത് മറ്റു പല കാര്യങ്ങൾക്കും അവിടെ നിൽക്കുന്ന ആളുകൾ. നമ്മളെ സഹയാത്രികൻ ഹനി ഇവിടെ ഉണ്ട്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ എത്തി. ഡൽഹിയിലെ വളരെ ഒരു സെൻസിറ്റീവ് ഏരിയയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫോണിലാകെ 12% ചാർജുള്ളൂ. പലതും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പലതും എന്ന് വെച്ച് കഴിഞ്ഞാൽ പലതും. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നടക്കണമെന്നുള്ളത് നമ്മൾ നല്ലൊരു വ്ലോഗിലൂടെ ഞങ്ങളങ്ങനെ കാണിക്കാം. കുറേ കപ്പിൾസും മദ്യവും മയക്കുമരുന്നും ഈ ലോകത്ത് നിയന്ത്രിക്കുന്ന കാലത്താണ് സുഹൃത്തുക്കളെ നമ്മളുള്ളത്. ആലോചിക്കുക, നമ്മുടെ തലമുറകൾ എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫുള്ള് പല രീതിയിലുള്ള ആളുകൾ. അതൊക്കെ മലയാളീസാ തോന്നുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതൊക്കെ കോമ്പൗണ്ടിൻ്റെ പുറത്താണ്. ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ മദ്യത്തിൻ്റെയും മദിരാശിയുടെയും മയക്കുമരുന്നിൻ്റെയും ഒരു ലോകമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതെത്രത്തോളം ക്യാമറ കണ്ണുകൾ കൊണ്ട് പകർത്താനാകുമോ എന്നറിയില്ല. കാരണം തെറ്റിൻ്റെ ലോകമാണ്. ഫുള്ള് പബ്ബ്, അതുപോലെ അങ്ങനത്തെ ഒരു സെറ്റപ്പ് പരിപാടികളുണ്ടോ. എന്നാലും പോയോക്ക. എല്ലാം കിട്ടില്ല. നിങ്ങൾ പോരെ. ഇതൊക്കെ മുകളിലത്തൊക്കെ പബ്ബാട്ടോ. ചിരിക്കുന്നു, നമ്മളെ മാടി വിളിക്കുന്നു, പക്ഷെ അതിലേക്കൊന്നും പോവാൻ പാടില്ല. ഇത് കാലത്തിൻ്റെ നീരച്ചയാണ്. തെറ്റുകളിലേക്ക് പോവാതിരിക്കുക സുഹൃത്തുക്കളെ. കാരണം നമ്മളെ പലതും വശീകരിക്കാനുണ്ടാവും, പക്ഷേ നമ്മളെന്നിലേക്കും പോവാതിരിക്കുക. പറയുക. സംഭവം ഒരു നൈറ്റ് വൈബ് ആംബിയൻസ് ആട്ടോ. അതായത് നമ്മളിതിലൂടെ ഒറ്റക്കൂടെ നടക്കുമ്പോൾ പലതരം കാഴ്ചകൾ നമ്മൾക്ക് കാണാൻ പറ്റും. പടച്ചതമ്പുരാനെ, എന്തൊക്കെയാണ് കാണുന്നത് നോക്കിക്കോ. ഞാൻ തിരിഞ്ഞു നോക്കൂല, കാരണം ബാക്കിൽ ക്യാമറ ഉണ്ട്. ഇതിലെങ്ങനെ പോകുമ്പോൾ ഓരോരുത്തരെ കാണാം. ഇതൊക്കെ ഓരോരോ ഡീലേഴ്സിൻ്റെയൊക്കെ ഏരിയകളുണ്ടോ.
വരി വരി വരി. മേ നായുണ്ട്, കടിച്ചോ മേ മേ. ഇതൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട് നിങ്ങൾ? ഇതൊക്കെ റെസിഡൻഷ്യൽ ഏരിയ ഉണ്ടോ? നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ നമ്മൾ കാണുന്നതിൻ്റെ അപ്പുറത്തേക്കുള്ള സാധനങ്ങൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് മദ്യം, മദിരാശി, മയക്കുമരുന്ന്. മെരിഞ്ഞു തുമ്പി തുരുത്തു 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 തുമ്പി തുരുത്തു തുരുത്തു പൂവണ്ട് മെരിഞ്ഞു. പണ്ടോ ഫുള്ള് മസാജുകൾ, ഗാർഡൻ സെൻ്ററുകൾ എല്ലാം. സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്, എന്തൊക്കെയോ സൗണ്ടുകൾ. പടച്ച തമ്പുരാനെ, അവിടെ നമുക്ക് കാണിച്ചു തരാമൊന്നുമില്ല. അങ്ങനെ നമ്മൾ മുന്നോട്ടുള്ള വഴികളിൽ കാണുന്നതെല്ലാം സൗഖ്യം. പോയോക്കാം. ഇതിനുള്ളിൽ കയറാൻ പറ്റുമോ? ഉള്ളിൽ ഇങ്ങനത്തെ വൈബുകളാണ്, ചോദിച്ചു നോക്കാം. അതിനുള്ളിൽ കയറുന്നുണ്ടെങ്കിൽ വേറെ കുറേ അതിനുള്ളിലേക്ക് നമ്മൾ കയറണില്ല, നേരെ വരി. ഇവിടെ കപ്പിൾ എൻട്രി ഫ്രീ ആണ്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ അതിനുള്ളിൽ കയറിയില്ലേ, അവിടെ കപ്പിൾ എൻട്രി ഫ്രീ ആണ്. അതായത് ഏതെങ്കിലും ലേഡി നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനുള്ളിൽ ഫ്രീ ആയിട്ട് കയറാം. പിന്നെയുള്ള പരിപാടി വെച്ചാൽ ലേഡീസിന് എന്ത് ചെയ്യുക, സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക. അതിലൊക്കെ വരും നോക്കി. ഇതൊക്കെ എന്താ? ആ, അത് റെസ്റ്റോറൻറ്റ്. കുച്ചിനായി പോയി. ആ കുച്ചിനായി കിട്ടി. വേണ്ട വേണ്ട. नहीं क्लब नहीं जाना भैया, काफे नहीं जाना भैया, नहीं माना भैया, नहीं जाना. പ്രാന്തായി. ഇപ്പം നമ്മൾ ഉള്ളിൽ കയറിയില്ലേ, അതിൻ്റെ ഉള്ളില് ഫുൾ ഇതൊക്കെ ഇതേപോലെ വന്ന വണ്ടികളുണ്ടോ. അപ്പം ഇനി നമ്മൾ നേരെ ഇവിടെ നമ്മളെ ഇതൊക്കെ നോക്കി ഓരോരുത്തർ വരണേ. ഫുൾ ചൂടിൽ റഷ്യനും ഫിലിപ്പീൻസും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് പോവാണ്. അതിൽ ചാർജ് ഉണ്ടോ? 15 ആകെ സംഘത്തിൽ ഫോണിനാകെ 14% ചാർജ് ഉള്ളൂ. ഇതിൽ പോയി നോക്കാം. കുറച്ചേരം എടുത്തിട്ട് നമ്മളിങ്ങനെ വണ്ടി കയറുമില്ല. സംഭവം നല്ല ചൂടാട്ടോ. അപ്പം ഇനി നമ്മൾ നേരെ ഇവിടുന്ന് ഓട്ടോറിക്ഷകളും വണ്ടികളും വീണ്ടും വന്നുകൊണ്ടിരിക്കാം. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ നമ്മളെ റൂമിലേക്ക് പോവാണ്. ഓക്കെ, ഇഷ്ടം പോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. അതായത് പക്കതൊരു പാർട്ടി പ്ലേസാണ്. അപ്പം നമ്മൾ തായ്ലൻഡ്, മലേഷ്യ ഒക്കെ നോക്കിയിട്ട് ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 10 പൈസക്കില്ല, അതിൻ്റെ 5% പോലും ഇല്ല. പക്ഷെ ബാക്കിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അതായത് എന്താ പറയുക, എങ്ങനെ പറയാം, അത് വരാതെക്കാം, അത്ര പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് ഇനി അത് 5% ഫോണിലുള്ളൂ, 11:08 സമയം. അപ്പം നമ്മൾ നേരെ ഇവിടുന്ന് നമ്മളെ റൂമിലേക്ക് പോകണം. ഓക്കെ, നേരെ അവിടുന്ന് തിരിച്ചു പോന്നു. എങ്ങനെയായിരുന്നു? സൂപ്പർ. 10 പൈസക്കില്ല. അപ്പോൾ ആ ഏരിയക്കൊക്കെ നമ്മളെ ഒരു സുഹൃത്ത് പോയിന് പണ്ട് 22,222 റുപ്യ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീലൊക്കെ ഇട്ടിരുന്നു. ഓല് പോയി, 2 ആൾക്കാർ പോയി. എന്ന് വെച്ചാൽ അവിടെ കുറേ ലേഡീസ് ഉണ്ടാവും. നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ എന്ത് ചെയ്യും, നേരെ അവിടെ പോയി ഇരിക്കും. എന്നിട്ട് പെണ്ണുങ്ങളോട് വർത്താനം പറയാം. ഓലിങ്ങനെ നമ്മളിങ്ങനെ സുഖിപ്പിക്കും. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യും, ഒരു കള്ളിങ്ങനെ ഓർഡർ ചെയ്യും. ആ കള്ള് ഓർഡർ ചെയ്യും, ഓല് കുടിക്കൂല. നേരെ ഓല് എന്ത് ചെയ്യും, നമ്മളെ കണ്ണ് തെറ്റി എങ്ങനെ പാലും ഔദ്യോഗിക ചിന്തും. എത്രത്തോളം ഒരു കള്ള് കുടിപ്പിക്കണോ അത്രത്തോളം ഒരു കമ്മീഷനാണ്. അവർ കുടിക്കുന്നതിനനുസരിച്ച് നമ്മളെ പൈസ പോവുകയും ചെയ്യും. അങ്ങനെ മലയാളികളായിട്ട് 2 സുഹൃത്തുക്കൾ വന്നിട്ട് 22,222 റുപ്യയും ചിലവായി പോയത്. അപ്പോൾ അങ്ങനത്തെ പബ്ബുകളിൽ പോകുമ്പോൾ സൂക്ഷിക്കാം, പോവാതിരിക്കുക. ജസ്റ്റ് നമ്മൾ വീഡിയോ കണ്ടന്റിന് വേണ്ടിയിട്ട് മാത്രമാണ്. നമ്മൾ ഇറങ്ങിയ സമയം 10 സംതിങ് ആണ്. നമ്മളവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു 10:30 ഏകദേശം അരമണിക്കൂർ സ്പെൻഡ് ചെയ്ത് നമ്മൾ ഇങ്ങനെ പോകുന്നുണ്ടോ സമയം നോക്കി. അപ്പോൾ ആ സമയം കാണിച്ചു വെച്ചാൽ തെറ്റിദ്ധരിക്കേണ്ട വിചാരിച്ചുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഇനി നമ്മളെ റൂമിലേക്ക് പോവാണ്.
ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.